Hello, my dear students. Today class we are going to learn the 13th chapter of this book. What is the chapter dealing with? It is dealing with sharing our feelings. അല്ലേ നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഓരോരുത്തരുടെ അടുത്ത് ഷെയർ ചെയ്യാറില്ലേ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ തുടങ്ങണ മുമ്പ് ഇതിന്റെ പ്രീവിയസ് ചാപ്റ്റേഴ്സ് ദാറ്റ് ഈസ് ചാപ്റ്റേഴ്സ് 1 to 12 that link will be given in the description box. Description box il idinte link തന്നിട്ടുണ്ടാവും. അപ്പോൾ previous chapter you can take it down. Okay. Sharing our feelings. To whom we share our feelings? നമ്മുടെ feelings ഒക്കെ നമ്മൾ ആരോടാ ഷെയർ ചെയ്യാറ്? To the close one. Close one in the sense that is in our house all our sharings will be telling to our mother. അല്ലേ നമ്മളെല്ലാം നമ്മുടെ ദുഃഖവും സന്തോഷവും ഒക്കെ ഷെയർ ചെയ്യുന്നത് ആരെടുത്താ മദറുടെ അടുത്തായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. I will read the chapter and I will explain to it. Okay. After returning home from school, there are two people with whom I like to share all my news. They enjoy listening to my tales. അതായത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വീട്ടിലെത്തിയ ശേഷം ഞാൻ രണ്ടു പേരോടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അല്ലെ. സ്കൂളിൽ പോയാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഫ്രണ്ട്സിനെ കുറിച്ച്, ടീച്ചേഴ്സിനെ കുറിച്ച്, വാട്ട് ഓർ സബ്ജക്ട് ദേ took and what was done during the time, that is from 9 to 4. The things that had been done in the school we will be telling to our close intimates. Who are they? This girl, it is she is telling to her nanny. The first person is my nanny. She is always anxious to listen to me and she waits for me to return from school. അതായത് ഫസ്റ്റ് പേഴ്സൺ പറയുന്നത് നാനിയാണ്. അപ്പൊ എപ്പോഴും നാനി ഇവൾക്ക് സ്കൂൾ വിട്ടു വരുന്നത് വരെ കാത്തിരിക്കും ഇവളുടെ വർത്താനം കേൾക്കാൻ. She is quite old and often has a back pain. That is Nani. Nani itself we know that is a old person, old mother or grandmother, and she is old and having a back pain. എപ്പോഴും ബാക്ക് പെയിൻ ഉള്ള ആളാണ്. She cannot see or hear well. നന്നായിട്ട് കേൾക്കാനോ വായിക്കാനോ കേൾക്കാനോ സാധിക്കില്ല. എവറി ഡേ ഇൻ ദ മോർണിംഗ് അല്ലേ, വയസ്സായി കഴിഞ്ഞ ന്യൂസ് പേപ്പർ ഒക്കെ റീഡ് ചെയ്യുമ്പോൾ സ്പെക്ടക്കിൾസ് വെക്കാറുണ്ട്. പിന്നെന്താ, കുട്ടികളോട് വായിക്കാൻ പറയാറുണ്ട്. നമ്മൾ ആരെങ്കിലും വായിച്ചു കൊടുക്കാറുണ്ടോ? യു ഷുഡ് റീഡ്. ഓക്കെ. എവറി ഡേ ഇൻ ദ മോർണിംഗ് പപ്പ റീഡ്സ് എ ന്യൂസ് പേപ്പർ അലൗഡ് ടു ഹെർ. അതായത് അച്ഛനാണ് എപ്പോഴും ന്യൂസ് പേപ്പർ ഉറക്കെ വായിക്കാറ്. പിന്നെ ചില വീട്ടിലുണ്ട് കുട്ടികളുടെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക, ന്യൂസ് പേപ്പർ വായിപ്പിക്കുക. So they can improve their knowledge also and also the reading habit. Newspaper allowed to her. She does the rest of her work herself. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാറ്. If someone tries to help her, she gets very upset. അതായത് ആരെങ്കിലും സഹായിക്കാൻ ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം, അത് ഇഷ്ടമല്ല. Though she cannot see properly, she is very fond of cutting vegetables. അതായത് ശരിക്കും കാണാൻ സാധിച്ചില്ലെങ്കിലും, കാണാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ അവരെന്താ വെജിറ്റബിൾസ് ഒക്കെ നന്നായി കട്ട് ചെയ്യും. She says these days children do not know how to cut vegetables properly. ഈ കാലത്തെ കുട്ടികൾ അല്ലെ, ഈ കാലത്തെ കുട്ടികൾ ചിലവരൊക്കെ പണി ചെയ്യുമായിരിക്കും, ചിലവര് കുറച്ച് ലേസിനെസ് ഉള്ളവരായി. അപ്പൊ she is telling, Nani is telling the children do not know how to cut the vegetables properly. The second person is, അപ്പൊ അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? സെക്കൻഡ് പേഴ്സണെയാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് മൈ രവി ഭയ്യ. അപ്പൊ ആരോടാണ് ഇവളുടെ ഷെയറിങ്സും ഫീലിങ്സ് ഒക്കെ പറയാറ്? ഫസ്റ്റ് പേഴ്സൺ നാനി ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ ഈസ് മൈ രവി ഭയ്യ. രവി ഭയ്യ മീൻസ് രവി ബ്രദർ. ഹി ലീവ്സ് വിത്ത് us. അവര് ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. I call him Ravi Bhaiya and he called my parents Bhaiya and Babi. അതായത് അങ്ങേര് നമ്മുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. And I call him, ഞാൻ അവരെ വിളിക്കുന്നത് രവി ഭയ്യ എന്നാണ്. And he calls my parents, എൻ്റെ പാരൻസിനെ അവര് വിളിക്കുന്നത് Bhaiya and Babi. I do not know what our relationship is, but he is very loving brother. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ he is very loving brother. അത് നല്ല സ്നേഹമുള്ള ഒരു ചേട്ടനാണ്. He is always ready to answer my questions. ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ റെഡി ആയിരിക്കും. He never says I will tell you later. ഒരിക്കലും പിന്നീട് പറയാമെന്ന് പറയാറില്ല. രവി ഭയ്യ പിന്നീട് പറയാമെന്ന് പറയാറില്ല.
Ravi Bhaiya teaches in a college. ഒരു കോളേജിലാണ് രവി ബയ്യ പഠിപ്പിക്കുന്നത്. The students of the college respect him a lot. ആ കോളേജിലെ കുട്ടികള് രവി ബയ്യാനെ ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനവുമാണ്. A few of them come home to study from him. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ വീട്ടിൽ വരാറുണ്ട് രവി ബയ്യയുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. Ravi Bhaiya is very fond of listening to music and taking part in listening to music and taking part in plays. അതായത് രവി ബയ്യ ഏതിലൊക്കെ ഇൻട്രസ്റ്റ് ആണ്? ലിസണിങ്, ദാറ്റ് ഈസ് ഹോബീസ്. മെയിൻ ഹോബി മീൻസ് ലിസണിങ് ടു മ്യൂസിക്. പാട്ട് കേൾക്കാൻ നല്ല താല്പര്യമാണ്. എല്ലാവർക്കും അത് താല്പര്യം തന്നെയല്ലേ, പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആൻഡ് ടേക്കിംഗ് പാർട്ട് ഇൻ പ്ലേസ്. പ്ലേസ് മീൻസ് എന്തെങ്കിലും കളിയിലൊക്കെ ഏർപ്പെടാനും രവി ബയ്യയ്ക്ക് നല്ല ഇഷ്ടമാണ്. ഹി എൻജോയ്സ് ചാറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഗോയിങ് ഔട്ട് വിത്ത് ദം. എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് വർത്താനം പറയാനും അവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെ രവി ബയ്യയ്ക്ക് നല്ല ഇഷ്ടമാണ്. ആൻഡ് ഗോയിങ് വിത്ത് ദം, ഗോയിങ് ഔട്ട്സൈഡ്, ഔട്ടിംഗ് വിത്ത് ദം. He has a good sense of humor and makes all of us to laugh. ഭയങ്കര തമാശക്കാരനാ, ഇടയ്ക്കിടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കാറുണ്ട്. Bhaiya carries a white stick when he goes out. Bhaiya carries a, അപ്പോൾ വൈറ്റ് സ്റ്റിക്ക്, എന്താ ഈ വൈറ്റ് സ്റ്റിക്ക്? ആരാ ഈ വൈറ്റ് സ്റ്റിക്ക് ഉപയോഗിക്കാറ്? വൈറ്റ് സ്റ്റിക്ക് മെയിൻലി ഉപയോഗിക്കുന്നത് ബ്ലൈൻഡ് പേഴ്സൺ. ഫോർ ബ്ലൈൻഡ് പേഴ്സൺ റെക്കഗ്നൈസ് ദ തിങ്സ്, അല്ലെ? എന്തെങ്കിലും ബ്ലോക്കേജ്, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വൈറ്റ് സ്റ്റിക്ക് ഓർ വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത്. Looking at him moving around in the house, no one can say that he cannot see. അതായത് looking at him, വീട്ടിൽ നടന്നു പോണത് കണ്ട ഒരാളും പറയില്ല he is blind, because he know the position and the place where there is hindrance, any hindrance or something is the chair, table, where and all it is kept, everything he knows, അല്ലേ? അപ്പൊ രവി ബയ്യ വീട്ടിൽ നടക്കുന്നത് കണ്ട ഒരിക്കലും കണ്ണ് കാണാത്ത ആളാന്നാ പറയില്ല. കാരണം ഏതൊക്കെ സാധനങ്ങൾ എവിടേക്കാ വെച്ചിരിക്കണമെന്നൊക്കെ അറിയാം, തട്ടി വീഴുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. Then he likes to do all his work himself. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനാ ഇഷ്ടം, അല്ലേ? If someone tries to help him against his wish, he gets angry. അതായത് സ്വന്തം സമ്മതപ്രകാരം അല്ലാതെ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ പെട്ടെന്ന് ദേഷ്യം ആവും. എല്ലാ കാര്യം സ്വയം ചെയ്യാനാ താല്പര്യം. That is a good habit. No, everything we should ourselves. That is whatever we are able to do, we should do it ourselves. Whenever he needs any help, he asks for it. എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ചോദിക്കും. Some of Bhaiya's students take books from him and return him after recording them on tapes. അതായത് ബയ്യയുടെ സ്റ്റുഡൻസ് ഇല്ലേ, ബയ്യയുടെ കയ്യിൽ നിന്ന് ബുക്സ് വാങ്ങിക്കും. എന്നിട്ട് എപ്പോഴാണ് തിരിച്ചു കൊടുക്കുക? റെക്കോർഡിംഗ്, ടേപ്പിൽ റെക്കോർഡ് ചെയ്ത ശേഷമാണ് അത് തിരിച്ചു കൊടുക്കുക. രവി ബയ്യ ലിസൺസ് ടു ദിസ് ടേപ്സ്. രവി ബയ്യ ലിസൺ. എന്തുകൊണ്ട് ടേപ്പിൽ റെക്കോർഡ് ചെയ്യണം? ബിക്കോസ് they are not blind, they are not able to see, isn't it? So for them a type of reading has been created that is being known as the braille libby. അതായത് ഈ ബ്ലൈൻഡ് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വായിക്കാനും അവർ by touching their certain beads will be there. By touching it they will be able to read. ചില ബീഡ്സ് പോലെ ഒരു ബോർഡ് ഉണ്ടാവും, അതിലിങ്ങനെ തൊടുമ്പോൾ തന്നെ അവർക്ക് അത് വായിക്കാൻ പറ്റും. അതിലാണ് ബ്രെയിലി ലിപി പറയാറ്. By students, for that they are using the tape. Okay, tape ഇത് റെക്കോർഡ് ചെയ്തിട്ട് അവർ അത് കേൾക്കുക ചെയ്യണം. Bhaiya has many other books too. കുറേ ബുക്സും ഉണ്ട് ബയ്യയ്ക്ക്, വേറെ കുറേ ബുക്സും ഉണ്ട്. The pages of these books are thick and have rows of raised points. അതായത് ഇത് നല്ല കട്ടിയുള്ള ബുക്കാണ്. റോസിന് എന്തുണ്ട്? ഡോട്ട്സ്. I have seen already, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, കുറേ ഡോട്ട്സുകൾ ഉണ്ടാവും. റേസ്ഡ് പോയിന്റ്സ്, പോയിന്റ് പോലെ ഡോട്ട്സുകൾ ഉണ്ടാവും. He reads by running his fingers on the raised dot. അതായത് വിരലുകൾ ആ ഡോട്ടിലൂടെ ഇങ്ങനെ മെല്ലെ നീക്കിയിട്ടാണ് അവർ ആ അക്ഷരം മനസ്സിലാക്കിയിരുന്നത്. To have fun with Bhaiya, I sometimes change the place of his stick. അതായത് ബയ്യയുടെ he does get upset but never gets angry. അതായത് ബയ്യനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റിക്ക് വേറെ സ്ഥലത്തിലൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. പക്ഷെ ബയ്യയ്ക്ക് അപ്പൊ വിഷമം തോന്നാറുണ്ട്. വിഷമം തോന്നിയാലും എന്നോട് ദേഷ്യപ്പെടാറില്ല. After all, I am his favorite sister Seema. So ഇത്രയും നേരം നമ്മൾ ഒരു കുട്ടി എന്നുള്ള, ഒരു പെൺകുട്ടി എന്നുള്ള രീതിക്കേ പറഞ്ഞിരുന്നുള്ളൂ, അല്ലെ? അവളുടെ പേര് പറഞ്ഞിരുന്നില്ല. ഇപ്പൊ ഇത് പേര് മനസ്സിലായി. That is Seema. Her sister name is Seema. I had hardly reached the door that Bhaiya spoke up. Seema, you seem to be very happy today. ബയ്യ വന്നപ്പോ ഇവളെന്താ ചെയ്ത്? വേഗം അവിടെ ഡോറിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ബയ്യ പറയാ, നീ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. Bhaiya recognizes not only me but all the members of the family from the sound we makes to as we move. അതായത് ഞങ്ങളുടെ ഈ നടക്കണ സൗണ്ട് ഉണ്ടല്ലോ, അതിലൂടെ തന്നെ ബയ്യയ്ക്ക് ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. That is
ഇത് ആരാണ്, ഓരോരുത്തരും ആരാണ്, സൗണ്ടിലൂടെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. He can even tell whether I am happy. അതിലൂടെ തന്നെ ബയ്യയ്ക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും, നമ്മൾ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്ന് പോലും റെക്കഗ്നൈസ് ചെയ്യും. Bhaiya, finally I am in a football team and I shared my news with him. I patted me and said loudly, from today you are my football coach. അതായത് ബയ്യയോട് അവള് പറയാണ്, ഞാൻ ഇനിയിപ്പോ ഫുട്ബോൾ ടീമിലുണ്ട്, എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ ബയ്യ അവളെ ഒന്ന് തലോടി, എന്നിട്ട് പറയുക, അപ്പൊ ഇന്ന് തൊട്ട് നീയാണ് എന്റെ ഫുട്ബോൾ കോച്ച്. Seema's father read the newspaper aloud to her nanny. How do you help the old people? സീമയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്? വയസ്സായത് കൊണ്ട് ന്യൂസ് പേപ്പർ ഉറക്കെ വായിക്കും. അപ്പൊ നാനിക്കും കേൾക്കാലോ, കേട്ട് മനസ്സിലാക്കാലോ. നിങ്ങൾ എങ്ങനെയാണ് ഓൾഡ് പീപ്പിളിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറ്? അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യാറ്? ഹെൽപ്പ് ദം ടു വാക്ക്, ബിക്കോസ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു വാക്ക് പ്രോപ്പർലി. ദ സ്റ്റെപ്സ് ആൻഡ് ഓൾ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ്, isn't it, properly? So we'll help them. By handing them, we'll help them. Then carrying their things, they will tell no to carry these things from you keep that things there, take it from there. At that time we can help them. അല്ലെ, അവിടെ കൊണ്ടുവയ്ക്ക്, അല്ലെങ്കിൽ ആ സാധനം എടുത്തിട്ട് പോയോ എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. What kind of problems do people have old age? Old വയസ്സായവർക്കുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാ? Commonly they are facing the problems like they are not able to hear, see and read properly. അല്ലെ, ക്ലിയർ ആയിട്ട് കേൾക്കാനോ കാണാനോ ഒന്നും പറ്റില്ല. So we can help them. Okay, every children should do that duty. How does Ravi Bhaiya come to know so many things without saying? രവി ബയ്യയ്ക്ക് എങ്ങനെയാണ് കാണാതെ തന്നെ പല കാര്യങ്ങളും പല സാധനങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത്? എങ്ങനെയാ? By hearing the sound. Because hearing the sounds, we have already said that hearing the sound itself, he is able to recognize his sister Seema. How do you have you ever needed a stick when? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സ്റ്റിക്ക് ആവശ്യം വന്നിട്ടുണ്ടോ? എപ്പോഴാ? അതായത് നമുക്ക് സ്റ്റിക്കിന്റെ ആവശ്യമില്ല, ബിക്കോസ് വി ആർ ഏബിൾ ടു വാക്ക് പ്രോപ്പർലി. നമുക്ക് നടക്കാൻ സാധിക്കും, അപ്പോൾ സ്റ്റിക്കിന്റെ ആവശ്യമില്ല. പക്ഷെ സ്ലോപ്പ് ഒക്കെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് വി വിൽ ബി യൂസിങ് സ്റ്റിക്ക്, isn't it? Can you think when you may need a stick? Can you think when you may need a stick? No, we cannot imagine. അല്ലേ, നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റണില്ലേ സ്റ്റിക്ക് വെച്ച് നടക്കണതൊക്കെ. How do we help the people who cannot see? We help them to cross the road. അല്ലേ, ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാള് റോഡിന്റെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ അവരെ റോഡ് ക്രോസ് ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ഒക്കെ ഒന്ന് കയറ്റാൻ സഹായിക്കുക, കയറാൻ സഹായിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളാണ് അല്ലേ. Is there any member in your family who cannot see, speak or hear? Do you know any such person? How do people help them with their work? അല്ലെ, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കാണാൻ പറ്റാതെയോ കേൾക്കാൻ പറ്റാതെയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും അറിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ടോ? How do people help them with their work? അപ്പൊ മറ്റുള്ള ആൾക്കാരെ അവരെങ്ങനെയാ ഹെൽപ്പ് ചെയ്യണത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതുക. You read in the story that Ravi Bhaiya cannot see. ഈ സ്റ്റോറിയിൽ നമ്മൾ എന്താ ശ്രദ്ധിച്ച്? രവി ബയ്യ ആൾക്ക് കാണാൻ പറ്റില്ല. But he does all his work on his own. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. He studies from a different kind of books. അല്ലേ, to understand he is able to do his work. Close your eyes and play the game blindfold. അതായത് അങ്ങേരെ പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു കളി, എന്ത് കളിയാ അത്? കണ്ണുപൊത്തി കളിക്കുക, ബ്ലൈൻഡ് ഫോൾഡ് കളി അല്ലേ, നമ്മൾ കളിക്കാറുണ്ട്. കണ്ണൊക്കെ പൊത്തി കളിക്കുമ്പോൾ പലരും താഴെ വീണ് കയ്യിൽ മുറിവോ ഒക്കെ പറ്റാറുണ്ട് അല്ലേ. അപ്പൊ അവരുടെ വിഷമങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. Any one child in the group, one by one, the other comes to him or her quietly. The child who is blindfolded has to guess who the other child is by touching him or her. Take care not to make any sound. Do you know why? അതായത് ഇത് കളി എന്താന്ന് മനസ്സിലായില്ലേ? കണ്ണുപൊത്തി കളിയില്ലേ? കണ്ണുപൊത്തിയിട്ട് നമ്മളിങ്ങനെ തപ്പി നടക്കുമ്പോൾ ഒരാളെ കിട്ടും. അപ്പൊ അത് ആ ആളാരാണ്? Through the voice itself we will be able to recognize them, isn't it? In the same way, one by one, blindfold all other children. Each one has to try and guess by touching them. This is the game. Discuss and tell. How many children could recognize the others by touching? ടച്ചിങ്ങിലൂടെ നമുക്ക് എത്ര പേരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? ഒന്നോ രണ്ടോ ആൾക്കാരെ കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം അല്ലെ. How many children could recognize the other children by hearing? ഹിയറിംഗിലൂടെയോ ഒരു 3 പേരെ, കഷ്ടി ഒരു 3 or 4 പേരെയൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും.
വിച്ച് വാസ് ഇത് അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് കളിച്ചു നോക്കുക. ആ ബ്ലൈൻഡ് ഫോൾഡ് കണ്ടുകുത്തി ഒന്ന് കളിച്ചു നോക്കുക. അപ്പൊ എങ്ങനെയാ സൗണ്ടിലൂടെ നമുക്ക് എത്ര പേരെ അറിയാൻ പറ്റും എന്നൊന്ന് നോക്കാം. അതുപോലെ ടച്ച് ചെയ്തിട്ട് തൊട്ടിട്ട് എത്ര പേരെ നമുക്ക് അറിയാൻ പറ്റും നോക്കാം. വിച്ച് വാസ് ഈസിയർ ഓഫ് ദ ടു? ഇതിൽ രണ്ടിലും ഏതാ ഈസിയർ? സൗണ്ടിലൂടെയാണോ ടച്ചിങ്ങിലൂടെയാണോ? ടച്ച് ആൻഡ് ടെൽ ഹൗ മെനി ടീത്ത് ആർ ദർ ഇൻ യുവർ മൗത്ത്. നിങ്ങളുടെ വായിൽ എത്ര പല്ലുകളാണ് ഉള്ളത് ഒന്ന് എണ്ണി നോക്കിയിട്ട് ഒന്ന് എഴുതുക. വിച്ച് ഇസ് ടുഡേ? ഏത് കുട്ടിക്കാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പല്ല്? കാരണം ഈ ഏജിലൊക്കെ കുറെ പേരുടെ പല്ലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഹൗ മെനി തിങ്സ് ക്യാൻ യു റെക്കഗ്നൈസ് ബൈ ഓൺലി ടച്ചിങ്? നിങ്ങൾക്ക് തൊട്ടിട്ട് എത്ര സാധനങ്ങൾ എഴുതാൻ പറ്റും എന്നൊന്ന് നോക്കുക. കണ്ണടച്ച് നോക്കി കുറെ സാധനങ്ങൾ വെച്ച് നോക്കുക. എന്നിട്ട് തൊട്ട് നോക്കിയിട്ട് ഇത് ഏതൊക്കെയാണ് കറക്റ്റ് എഴുതാൻ പറ്റുന്നു ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. ക്ലോസ് യുവർ ഐസ് ആൻഡ് ലിസൺ. വാട്ട് സൗണ്ട്സ് ക്യാൻ യു ഹിയർ? വിച്ച് പീപ്പിൾ ക്യാൻ യു ഐഡന്റിഫൈ? അതുപോലെ കണ്ണൊന്ന് അടച്ചു നോക്കിയിട്ട് കുറച്ച് പേരോട് ഒന്ന് ഓരോ സെന്റൻസ് പറയാൻ എന്തെങ്കിലും പറയുക. അതിനുശേഷം നമ്മൾ ഇന്ന ആളുടെ പേര് എഴുതുക. എത്ര പേര് നമ്മൾ കറക്റ്റ് ആക്കുന്നുണ്ടെന്ന് നോക്കുക. ബൈ ജസ്റ്റ് സ്മെല്ലിംഗ് ക്യാൻ യു ഗസ് ഇഫ് സമൺ ഈസ് സ്മെല്ലിലൂടെ അറിയാൻ പറ്റുമോ എന്നും നോക്കുക. ദർ ഇസ് എ സ്പെഷ്യൽ വേ ഓഫ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫോർ ദ പീപ്പിൾ ഹു കനോട്ട് സീ. ഈ എഴുതാൻ പറ്റാത്ത ആൾക്കാർക്ക്, അതായത് കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉള്ള ഒരു റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് മെത്തേഡാണ്. അതിനെന്താ പറയുക? ബ്രെയിലി. ഇറ്റ് ഈസ് റിട്ടൺ ഓൺ എ തിക് പേപ്പർ ബൈ മേക്കിംഗ് എ റോ ഓഫ് റേസ്ഡ് പോയിന്റ്സ്. അതായത് നല്ല കട്ടിയുള്ള ഒരു പേപ്പറിലാണ് അത് എഴുതിയിരിക്കുക. കുറെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടുണ്ടാവും. ആ ഡോട്ട്സിലൂടെ ടച്ച് ചെയ്തിട്ടാണ് അവർ ആ ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ലെറ്റ് us see whether it is difficult or easy to recognize a shape without seeing it. കണ്ണ് അടച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനോ ഒരു ഫിഗർ തപ്പിട്ട് കണ്ടുപിടിക്കാനോ പറ്റുമോ? Take a sheet of sandpaper. Make a shape on it by pressing a piece of thick wool or അതായത് സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഴുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ക്രബ്ബർ പോലത്തെ ഒരു പേപ്പർ, അതിലേക്ക് നമ്മളൊരു വൂളില്ലേ, നൂല് കൊണ്ട് ഇങ്ങനെ നൂല് അതിൽ ചുറ്റിയിട്ട് എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു വെക്കാം. ആസ് യുവർ ഫ്രണ്ട്സ് ടു ക്ലോസ് യുവർ ഐസ് ആൻഡ് ഐഡന്റിഫൈ ദ ഷേപ്പ്. എന്നിട്ട് ഫ്രണ്ട്സിനോട് നമ്മൾ പറയാം, അതായത് ഒരു സ്ക്രബ്ബ് ഓർ സാൻഡ് പേപ്പർ which is used to move the dust. ഓക്കെ, അതിലേക്ക് നമ്മൾ ഒരു ചിത്രം വരയ്ക്കുകയാണ്. എന്ത് ഉപയോഗിച്ചിട്ട്? നൂല് ഉപയോഗിച്ചിട്ട്, കമ്പിളിയില്ലേ ആ നൂല് ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട്സിനോട് പറയുക ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. വിൽ ഇറ്റ് ബി ഏബിൾ ടു ഐഡന്റിഫൈ? ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് or is it for her to identify? Ask your friend to make a shape on the sandpaper in the similar way. Now you identify how feelings that is by feeling with your fingers. Fingers move ചെയ്തിട്ട് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. Take a thick piece of paper. Make an outline on the paper with the help of a compass or a needle. അതായത് ഒരു thick paper എടുക്കുക, എന്നിട്ട് അതിൽ ഔട്ട്ലൈൻ വരയ്ക്കുക with the help of a compass or a needle. Make dots on at a short distance on the outline drawn. You can see the paper is raised on the other side. Now ask your friends to close their eyes and feel with the fingers to tell what was outlined. Isn't it difficult? Think about how such people cannot say that is. അതായത് ഒരു തിക്ക് പേപ്പർ എടുത്തിട്ട് ആ ഔട്ട്ലൈൻ വരയ്ക്കുക. അതായത് ഒരു ബ്രെയിലി പേപ്പർ പോലെ നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് ഡോട്ട്സ് ഇടുക, ഔട്ട്ലൈൻ ഡ്രോൺ. യു ക്യാൻ സീ ദ പേപ്പർ ഈസ് റേസ്ഡ് ഇൻ ദ അതർ സൈഡ്. ഇപ്പൊ ഡോട്ട്സ് ഇടുന്ന സമയത്ത് എന്താണ്, നമ്മൾ പേപ്പർ തിരിച്ചു വെച്ച് നോക്കുമ്പോൾ പോയിന്റ്സ് ഒക്കെ ഒന്ന് റേസ്ഡ് ചെയ്ത പോലെ ഉണ്ടാവും അല്ലെ, ഒന്ന് പൊന്തി നിൽക്കണ പോലെ ഉണ്ടാവും. എന്നിട്ട് അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വാട്ട് ആർ വേർഡ്സ് റിട്ടൺ ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ്? നോ, ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ. ഇസ്ന്റ് ഇറ്റ്? ലെറ്റ് us learn about ബ്രെയിലി. അതായത് രവി ബയ്യ റീഡ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബുക്സ് അല്ലെ, നമ്മളത് നോട്ടീസ് ചെയ്തു, ചാപ്റ്ററിൽ നോട്ടീസ് ചെയ്താണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബുക്സ് ആണ് രവി ബയ്യ റീഡ് ചെയ്തത്. അത് ഇതിലൂടെ എഴുതിയത് ബ്രെയിലി സ്ക്രിപ്റ്റ്, അതായത് ഡോട്ട്സ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഡോട്ട്സ്, അതിലൂടെയാണ് അവര് ലെറ്റേഴ്സ് വേർഡ്സ് ഒക്കെ റീഡ് ചെയ്യുക. ബിലോങ് ടു ലൂയിസ് ബ്രെയിലി. he only invented this Braille script. Okay, in Malayalam we say Braille Lipi. One day when he was 3 years old, he was playing with his father's tools. ഒരു ദിവസം ലൂയിസ് ബ്രെയിലില്ലേ, അയാള് 3 വയസ്സായിരിക്കുന്ന സമയത്ത് ഫാദറുടെ സാധനങ്ങൾ ടൂൾസ് വെച്ചിട്ട് പ്ലേ ചെയ്യായിരുന്നു. ഫാദർ ടൂൾസ്. സഡൻലി എ പോയിന്റഡ് ടൂൾ ഹേർട്ട് ഹിസ് ഐസ് ആൻഡ് ഹി ലോസ്റ്റ്. അതായത് അതാണ് പാരന്റ്സ് എപ്പോഴും പറയാറ് അല്ലെ, നല്ല മൂർച്ചയുള്ള സാധനങ്ങൾ എടുത്ത് കളിക്കരുത്, മുറിവാവും എന്നൊക്കെ. അപ്പൊ സോ ബ്രെയിലി ഓൾസോ പ്ലേഡ് വിത്ത് ഹിസ് ഫാദേഴ്സ് ടൂൾസ്. അപ്പൊ എന്താ എ പോയിന്റഡ് ടൂള്, നല്ല പോയിന്റ് ഉള്ള ടൂള് പിന്നെ കണ്ണിൽ തുളച്ചു കയറി. അങ്ങനെ എന്ത് സംഭവിച്ചു? കണ്ണില് മീൻസ് എ സ്ക്രാച്ച് വിൽ ബി happen to his eyes. He lost his eyesight. He had keen interest in studies. പക്ഷെ പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയായിരുന്നു ആര്?
ലൂയിസ് ബ്രെയ്ലി. He did not give up. അവൻ വിട്ടുകൊടുത്തില്ല. He kept thinking of different ways to read and write. അതായത് എഴുതാനും വായിക്കാനുമായിട്ട് പ്രത്യേകം kept thinking of different ways. എങ്ങനെയൊക്കെ എഴുതാൻ വായിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഡീപ്പായി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നു. ആര്? ലൂയിസ് ബ്രെയ്ലി. ഓക്കെ, ലൂയിസ് ബ്രെയ്ലി. റീഡ് ആൻഡ് ഫൈനലി ഹി ഫൗണ്ട് എ വേ. അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. റീഡിങ് ആൻഡ് ടച്ചിങ് ബൈ ഫീലിംഗ്. ദാറ്റ് ഈസ് റീഡിങ്ങും റൈറ്റിങ്ങും ഇങ്ങനെ ബൈ ടച്ചിങ് ആൻഡ് റീഡിങ് ബൈ ഫീലിംഗ്. ദിസ് വേ ഓഫ് റീഡിങ് ലേറ്റർ കെയിം ടു ബി നോൺ ആസ്. ഇതിനെയാണ് പിന്നീട് എന്ത് പറഞ്ഞത്? ബ്രെയ്ലി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത്. ദിസ് ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് എ റോ ഓഫ് റേസ്ഡ് ഡോട്ട്സ് ആർ മെയ്ഡ് ഓൺ ദ തിക്ക് പേപ്പർ. അതായത് ഈ സ്ക്രിപ്റ്റില് എ റോ ഓഫ് റേസ്ഡ് കുറെ റോസ് ഉണ്ടാവും. അത് ഡോട്ട്സ് ഒക്കെ എന്തായിരിക്കും? റേസ്ഡ് ആയിരിക്കും. നമ്മളിപ്പോ ഒരു പേപ്പറിൽ കുറെ പോയിന്റ്സ് ഉണ്ടാക്കി നോക്കിയാൽ പേപ്പർ തിരിച്ചു നോക്കുമ്പോൾ എന്താവും? കുറെ റേസ്ഡ് ഡോട്ട്സ് വിൽ ബി സീൻ. നോ, ദാറ്റ് ഈസ് ദ സെയിം വേ. ബിക്കോസ് ദീസ് ഡോട്ട്സ് ആർ റേസ്ഡ് ആൻഡ് ദാറ്റ് ക്യാൻ ബി റീഡ് ബൈ റണ്ണിങ് ദ. ഇതിലൂടെ അവർക്ക് കണ്ണ് കാണാത്തവരിങ്ങനെ ഫിംഗേഴ്സ് ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് അവർ ആ ലെറ്റേഴ്സും ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യും. Based on 6 points, has undergone many changes these days and made reading and writing similar. ഇപ്പോൾ കുറെ കാലമായപ്പോൾ എന്തായി? ഇതിനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നു. റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ബിക്കോസ് നൗ വി ആർ യൂസിങ് കമ്പ്യൂട്ടർ, നോ, സോ എവരിതിങ് വിൽ ബി ഇൻ ദ കമ്പ്യൂട്ടറൈസ്ഡ് ഫോം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.